രുദ്രനും കൺമഷിയും സംശയത്തോടെ പരസ്പരം നോക്കി. എന്നിട്ട് വണ്ടി മാറ്റാൻ പറഞ്ഞതും ആ കാറിനുള്ളിൽ നിന്നും ഒരാൾ ഇറങ്ങി. ആ ആളെ കണ്ടതും ഇരുവരുടെ കണ്ണുകളും വിടർന്നു. രാവു അച്ഛേ. കൺമഷി ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. രുദ്രന്റെ അവസ്ഥയും മറിച്ചല്ല. അച്ഛൻ എന്നാലും എന്താണ് പറയാതെ വന്നത്? അവനിൽ വല്ലാത്ത സംശയം ഉണർന്നു. അവൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു. എന്നാലും അച്ഛ, എന്താ വരുന്ന കാര്യം പറയാതിരുന്നത്? രുദ്രൻ പുഞ്ചിരിയോടെ തന്നെയാണ് അത് ചോദിച്ചത്. അത് ശരി, എനിക്ക് എൻ്റെ മക്കളെ കാണാൻ നേരത്തെ വിളിച്ച് ടോക്കൺ എടുക്കണോ? രാവു അച്ഛൻ ചോദിച്ചപ്പോൾ അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. എനിക്കൊന്ന് കിടക്കണം, ഒത്തിരി നേരമായുള്ള യാത്രയല്ലേ. അല്ല, ഇതാണോ നിന്റെ ഫ്ലാറ്റ്? അച്ഛൻ്റെ അപ്പാർട്ട്മെൻറ്റ് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചപ്പോൾ അവൻ അതേന്ന് തലയാട്ടി. വരൂ അച്ഛേ, അവൻ വിളിച്ചപ്പോൾ അദ്ദേഹം പിന്നാലെ നടന്നു. ഞാൻ വരണമെന്ന് വിചാരിച്ചതല്ല, സുഭദ്ര നിർബന്ധിച്ചു പറഞ്ഞയച്ചതാണ്. അടുത്ത ആഴ്ചയല്ലേ നിന്റെ അച്ഛൻ്റെ ആണ്ട്. നമ്മൾ പോയി ബലിയിടണ്ടേ? അതിനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. ഫ്ലാറ്റ് തുറന്നുള്ളിലേക്ക് കയറുമ്പോഴാണ് അദ്ദേഹം അത് പറയുന്നത്. അത് കേട്ടപ്പോൾ കൺമഷിയുടെ കണ്ണുകൾ വിടർന്നു. എല്ലാം ഓർത്തു വയ്ക്കുന്ന രാവു അച്ഛനും സുഭദ്രാമയും. അത് പണ്ടും അങ്ങനെയാണ്. അമ്മയെയും തന്നെയും കൊണ്ട് തിരുനാവായിൽ കൊണ്ടുപോയി ബലിയിടിക്കുക രാവു അച്ഛനാണ് എന്നവൾ ഓർത്തു. ഒന്നും കഴിച്ചില്ലല്ലോ അച്ഛൻ, രാവിലെ കഴിച്ചതല്ലേ, ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. രുദ്രൻ അത് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അദ്ദേഹം സോഫയിലിരുന്നപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവരാനായി അവൾ അടുക്കളയിലേക്ക് പോയി. എന്നാലും അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ ഇത്രയും ദൂരം ഒറ്റയ്ക്ക്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു അച്ഛനോട് രുദ്രൻ അത് ചോദിച്ചത്. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ലട ചെക്ക. പിന്നെ വിളിച്ചു പറഞ്ഞാൽ ഒരു പക്ഷേ നീ എന്തെങ്കിലും ഒഴിവ് പറയും. സാധാരണ അതാണല്ലോ പതിവ്. അതാ നേരിട്ട് വന്നത് എൻ്റെ കുട്ടിയെ കൊണ്ടുപോവാൻ. അദ്ദേഹം പറഞ്ഞപ്പോൾ അവൻ അച്ഛനെ ഒന്ന് നോക്കി. ശരിയാണ്, അച്ഛൻ നാട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ താൻ ഓരോന്ന് പറഞ്ഞു ഒഴിയുമായിരുന്നു. അത് പക്ഷേ കൺമഷിയെ പിരിഞ്ഞിരുന്ന സമയത്താണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. അവൾ എനിക്ക് ജീവനല്ലേ. അവളുടെ അച്ഛൻ്റെ കാര്യമാവുമ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഓർത്തു അവൻ. അച്ഛനെന്നാ കുറച്ച് സമയം കിടന്നോളൂ, ദാ അതാണ് മുറി. അവൻ അദ്ദേഹത്തിന് മുറി കാണിച്ചു കൊടുത്തു. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒന്ന് ഫ്രഷായിട്ട് പോയി കിടന്നു. നിനക്കല്ല അറിയായിരുന്നല്ലോ കൺമഷി അച്ഛൻ്റെ ആണ്ടി എന്ന്. അച്ഛന് കിടക്കാൻ പോയപ്പോൾ ഇരുവരും സോഫയിൽ വന്നിരുന്നു. രുദ്രൻ ഗൗരവത്തോടെയാണത് ചോദിച്ചത്. അറിയാമായിരുന്നു. അവളൊന്ന് നെടുവീർപ്പിട്ടു. എന്നിട്ടെന്താണ് എന്നോട് പറയാതിരുന്നത്? അവൻ്റെ പുരികം ചുളിഞ്ഞു. അത് രുദ്രേട്ട, അടുത്ത ചൊവ്വാഴ്ചയാണ്. അതിന് ഇനിയും സമയമില്ലേ? അതാണ് ഞാനിപ്പോൾ തന്നെ പറയാതിരുന്നത്. ഇനിയും 5-6 ദിവസം കിടക്കുന്നില്ലേ? അവൾ പറഞ്ഞപ്പോൾ ചെറുതായി മൂളിക്കൊണ്ട് അവൻ സോഫയിലേക്ക് ചാഞ്ഞു. അവൾ അപ്പോഴും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ലീവ് ചോദിക്കണം, അച്ഛൻ്റെയും കൺമഷിയുടെയും ഒപ്പം നാട്ടിൽ പോകണമെന്നായിരുന്നു. വൈകിട്ട് പാല് കടയിൽ കൊടുത്ത് തിരിച്ചു സൈക്കിളിൽ വരുമ്പോഴായിരുന്നു എതിരെ രാജീവ് വരുന്നത് ഇന്ദു കാണുന്നത്. അവനെ കണ്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. അവനാണെങ്കിൽ പെട്ടെന്ന് ബൈക്കിൻ്റെ സ്പീഡൊന്ന് കുറച്ചു. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? അവൻ അരികിലെത്തിയപ്പോൾ പുഞ്ചിരിയോടെ ചോദിച്ചു. പിന്നെ ഭയങ്കര വിശേഷമല്ലേ, എങ്ങനെയൊക്കെയോ ജീവിച്ചു പോണു മാഷേ. അവൾ പുഞ്ചിരിയോടെ അത് പറഞ്ഞ് മുന്നോട്ട് ചവിട്ടി സൈക്കിൾ. കൂടെ അവനും. രാഗിമോൾ എവിടെ? കുറച്ച് ദിവസങ്ങളായിട്ട് കാണാറില്ല അവളെ. അവൾ പുരികം ചുളുക്കി അവനോട് ചോദിച്ചു. ആ, അവൾ പനി പിടിച്ച് കിടപ്പാണ്, ഒരാഴ്ചയായി. അതാണ് കാണാത്തത്. ഇപ്പോൾ ഓക്കെ ആയി, ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. അവൻ പറഞ്ഞപ്പോൾ ആണോ എന്ന രീതിയിൽ അവളൊന്ന് നോക്കി. അറിഞ്ഞില്ലേ ഞാൻ, അല്ലെങ്കിൽ വന്നു കണ്ടേനെ. അവൾക്ക് വല്ലായ്മയായി. ഏയ് അത് കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെ ആയിടൂ. ഞാനും പനിച്ച് കിടപ്പായിരുന്നു. അവളല്ലേ ആള്, നേരെ എനിക്കു തന്നു പനി. അവൻ പറഞ്ഞു തീർന്നപ്പോഴേക്കും വീടിൻ്റെ മുൻപിലെത്തി നിന്നിരുന്നു. ആഹാ, പനിയുള്ള ആളാണോ എന്നിട്ട് പണിക്ക് പോയത്? അവൾ വീടിൻ്റെ ഒരു വശത്തേക്ക് സൈക്കിൾ മാറ്റി നിർത്തി വലിയ ക്യാൻ നിലത്തേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. അല്ലാതെ പിന്നെ പനിയാണെന്ന് പറഞ്ഞ് കിടന്ന ശമ്പളം കിട്ടുകൊടൂ? അവൻ പറഞ്ഞപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവൾ. അവൻ ചുറ്റും നോക്കി. ഇപ്പം 3 പശുക്കളുണ്ട് തൊഴുത്തിൽ. അതിൽ നിന്ന് കിട്ടുന്ന പാല് കൊടുത്തുള്ള വരുമാനം കൊണ്ടാണ് അവൾ കഴിയുന്നത് എന്ന് മനസ്സിലായി. വീടും പരിസരവും ഒക്കെ പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. ആളും പണ്ടത്തേതിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. ബോൾഡായ പോലെ. രാജീവിനോട് ഇരിക്കാൻ പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു. ചായ ഉണ്ടാക്കാനായി. അവൾ ഉമ്മറത്തെ കസേരയിൽ ഇരിക്കുമ്പോഴാണ് വീടിൻ്റെ മുൻപിലെ വഴിയിൽ കുറച്ച് പേര് കൂട്ടം കൂടി നിൽക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അവരെന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട്, തന്നെ നോക്കുന്നുണ്ട്. അവനെന്തോ പന്തികേട് തോന്നി. അവനത് പറയാനായി വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു. എന്താടോ വീടിൻ്റെ മുൻപിൽ കുറച്ച് പേര് കൂട്ടം കൂടി നിൽക്കുന്നേ? അവൻ സംശയത്തോടെ അടുക്കളയുടെ കട്ടിൽപ്പടിയിൽ ചാരി നിന്നു. ആവോ, അത് വല്ല വഴി നടക്കാരുമാവും.
അവൾ ചായ കപ്പിലേക്ക് പകർത്തി മധുരം ഇടുന്നതിനിടയിൽ പറഞ്ഞു. എന്തോ എനിക്ക് അവരെ കണ്ടിട്ട് ഒരുമാതിരി എന്നെ ഫോളോ ചെയ്യുന്ന പോലെ. അവനത് പറഞ്ഞ് അവളെ നോക്കി. ആ, മാഷിന് തോന്നുന്നതാവും മാഷേ. ഇന്ന് ചായ കുടിക്ക്, ഞാനൊന്ന് പോയി നോക്കാം. അവൾ ചായ ഗ്ലാസ് നേരെ അവന് നീട്ടി. ഇറക്കി വിടടി നിന്റെ മറ്റവനെ, ഞങ്ങളൊന്ന് കാണട്ടെ. പെട്ടെന്നാണ് ഉമ്മറത്തുനിന്ന് ഉറക്കെ ആരോ വിളിച്ചു പറയുന്നത് കേട്ടത്. അവൾ സംശയത്തോടെ ഉമ്മറത്തേക്ക് നടക്കാനൊരുങ്ങി. ഉമ്മറത്തെത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ അവൾക്ക് പകച്ചുപോയി. അവൾക്കൊപ്പം വന്ന രാജീവും പുറത്തേക്കൊന്നും മനസ്സിലാവാതെ നോക്കി നിന്നു. എന്താ? ഇന്ദു പുറത്തുകൂടി നിന്നവനെ നോക്കി ധൈര്യത്തോടെ ചോദിച്ചു. ഒന്നും അറിയാത്ത പോലെയുള്ള അവളുടെ നിൽപ്പ് കണ്ടില്ലേ? ഇവനാണോടി നിന്റെ പുതിയ പാർട്ടി? നമ്മളൊന്ന് വിളിച്ച അവൾക്ക് വരാൻ പറ്റില്ല. കൂട്ടത്തിൽ ഒരുത്തൻ മുന്നോട്ട് വന്നു. ഇന്ദു നോക്കുമ്പോൾ അന്ന് രാത്രി വീട്ടിലേക്ക് വന്ന് അനാവശ്യം പറഞ്ഞവൻ്റെ കൂടെയുള്ള ആളാണ്. അവൻ ആരെങ്കിലും ആവട്ടെ, ചിലപ്പോൾ എൻ്റെ കൂടെ കിടന്നെന്ന് വരും, ചിലപ്പോൾ കല്യാണം കഴിച്ചെന്ന് വരും. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ധാവണിയുടെ തുമ്പിടുപ്പിൽ തിരികെയൊരു കൂസലുമില്ലാതെ പറയുന്ന ഇന്ദുവിനെ അരികിൽ നിൽക്കുന്ന രാജീവ് ഒന്ന് നോക്കി. അവൾ വല്ലാതെ മാറിയിരിക്കുന്നു. ആദ്യം കണ്ട തൊട്ടാവാടിയല്ല ഇന്നവളെന്നവന് മനസ്സിലായി. ഇതിവിടെ നടക്കില്ല, ഞങ്ങൾ നാട്ടുകാർക്കിത് ബുദ്ധിമുട്ട് ആണ്. വേറൊരുത്തൻ പറഞ്ഞപ്പോൾ അവൾ കാർക്കിച്ച് നീട്ടി അവർക്ക് മുൻപിലേക്ക് തുപ്പി. പെട്ടെന്നായതുകൊണ്ട് അവരെല്ലാവരും അറപ്പോടെ പിന്നിലേക്ക് നീങ്ങി. എന്തേ? എൻ്റെ അച്ഛൻ മരിച്ച് ഒരു അനാഥയെ പോലെ ഇവിടെ വരുന്നപ്പോൾ ഈ കണ്ട നാട്ടുകാരൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, ചോര ഒലിപ്പിച്ച് ഈ വീട്ടിൽ കിടന്നപ്പോൾ കണ്ടില്ലല്ലോ ഈ ഉത്തരവാദിത്തമുള്ള നാട്ടുകാരെ. അവൾ നിന്ന് വിറച്ചു. അവളുടെ ചോദ്യങ്ങൾക്ക് ആരുടെ പക്കലും മറുപടി ഇല്ലായിരുന്നു. ഇയാളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിലാണ് വന്നത്, ഞാൻ നോക്കിക്കോളാം. അത് ചേട്ടന്മാർ കഷ്ടപ്പെടേണ്ട. അതുകൊണ്ട് വന്ന പോലെ തിരിച്ചു വിട്ടോ, വെറുതെ എന്നെ കൊണ്ട് ചൂലെടുപ്പിക്കരുത്. അവൾ പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. അവർ ഒരിക്കലും അവളിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല. ആരുമില്ലാത്ത ഒരുത്തിയ ഞാൻ. ഒന്നോ രണ്ടോ പേരെ കൊന്നാലും ഈ വീട്ടിൽ നിൽക്കുന്ന നിൽപ്പ് അങ്ങ് ജയിലിൽ പോയി കിടക്കും. അതിന് വലിയ മടിയൊന്നുമില്ല. മാത്രമല്ല പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവളാ. അത് ആരെക്കാളും ഈ ചേട്ടൻ അറിയാം, അല്ലേ ചേട്ടാ? അവൾ അന്ന് വന്ന അയാളെ നോക്കി ചോദിച്ചപ്പോൾ അയാളുടെ മുഖം വിളറിപ്പോയി. അയാളൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു. അതുകൂടെ ആയപ്പോൾ ബലൂൺ കാറ്റഴിച്ചു വിട്ട പോലെ എല്ലാവരും പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ആ പിന്നെ, അവൾ പിന്നിൽ നിന്ന് വിളിക്കുന്നത് കേട്ട് എല്ലാവരും ഒരു നിമിഷം നിന്നു. എന്താ എന്നർത്ഥത്തിൽ നോക്കി. കഴപ്പ് തീർക്കാൻ വീട്ടിലൊരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവില്ലേ? അവിടെ തീർത്താൽ മതി. ഇനി ഇന്ദുവിൻ്റെ പറമ്പിൽ എന്തെങ്കിലും പറഞ്ഞ് ഏതവനെങ്കിലും കയറിയ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി അകത്തിരിപ്പുണ്ട്, പറഞ്ഞില്ലെന്ന് വേണ്ട. അവൾ അതുകൂടെ പറയുന്നത് കേട്ടപ്പോൾ അവർ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു. ഹോ, എന്തൊരു ധൈര്യമാണോ ഇത്! ദേ, എൻ്റെ രോമൊക്കെ എഴുന്നേറ്റ് നിന്നു. അവരുടെ പോക്ക് കാണേ രാജീവ് അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അതൊക്കെ അവസ്ഥ വരുമ്പോൾ അങ്ങ് വരുന്നതാണ് മാഷേ, ഈ ധൈര്യമൊക്കെ. എന്ത് ചെയ്യാനാ, ഒറ്റക്കായി പോയില്ലേ? അവൾ അത് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. എല്ലാം രാജീവ് പുഞ്ചിരിയോടെ കേട്ടെങ്കിലും എന്ത് ചെയ്യാനാ, ഒറ്റക്കായി പോയില്ലേ എന്ന് അവളുടെ വാക്കുകൾ മാത്രം എന്തോ മനസ്സിനെ കീറി മുറിച്ച പോലെ. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൾക്കൊപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു രാജീവ്. ഞാൻ കൂടെ വരാം അച്ഛാ, നിങ്ങൾ രണ്ടാളും എങ്ങനെയാ ഒറ്റയ്ക്ക്? വൈകിട്ട് അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു രുദ്രൻ അത് പറഞ്ഞപ്പോൾ. അവൻ്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം അവനെയും കൺമിഷിയെയും മാറി മാറി നോക്കി. അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാത്ത ആളാണ്, മാറ്റമുണ്ട്. പ്രത്യേക താളത്തിൽ പറഞ്ഞപ്പോൾ അവൻ ജാളിതയോടെ മുഖം കുനിച്ചു. അവൾക്കാണെങ്കിൽ ചിരി വന്നു. എന്നാണ് പോവാൻ പറ്റുക? എനിക്ക് തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും നാട്ടിലെത്തണം. കരയോഗത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അച്ഛൻ പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് കുറച്ച് കറി കൂടെ അദ്ദേഹത്തിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. മതി മോളെ, അദ്ദേഹം കൈവച്ച് തടഞ്ഞു. അവൾ വീണ്ടും കഴിക്കാനായിരുന്നു. തിങ്കളാഴ്ച രാവിലെ പോകാം അച്ഛേ, എനിക്ക് ഓഫീസിലൊന്ന് പോയി എമർജൻസി ലീവ് എടുക്കണം. പിന്നെ അവളുടെ കോളേജിൽ അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ല, അവിടെയും ഒന്ന് പോവണം. സാരമില്ല, നാളെ പോവാം. അവൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് മൂളി. രുദ്രൻ്റെ ഫ്ലാറ്റിൽ ആകെ 2 റൂമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരെണ്ണം അച്ഛന് കൊടുക്കും, മറ്റേത് രുദ്രനും. കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോകുന്നത് കൺമിഷ ഡയാനയുടെ ഫ്ലാറ്റിൽ നിർത്താമെന്ന് തീരുമാനിച്ചു രുദ്രൻ. അച്ചുവിനെയും കൊണ്ട് ഡയാനയും ആദ്യം പോയത് അവൻ്റെ ഇഷ്ടം പോലെ തന്നെ പാർക്കിലായിരുന്നു. കുഞ്ഞിനധികം കളിക്കാൻ പറ്റാത്തത് കൊണ്ട് ചില റെഡ്സിൽ മാത്രം അവനെ കയറ്റി. ചിലതിൽ അവൻ്റെ ഒപ്പം ഡയാനയും കയറി. കാലിൻ്റെ വൈകല്യം അവൻ്റെ മനസ്സിനൊരിക്കലും തോന്നരുത് എന്നത് ഡയാനയ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ എപ്പോഴും ഡയാനയുണ്ട്. ആദ്യം അവർക്കൊപ്പം എല്ലാത്തിലും ഉണ്ടായിരുന്നു.
ഡയാനയും അച്ചുകുട്ടനും ഓരോ റൈഡിലും കയറുമ്പോൾ അവൻ പുഞ്ചിരിയോടെ അത് നോക്കി നിൽക്കും. അങ്ങനെ ഒത്തിരി നേരം കളിച്ചു മടുത്തപ്പോൾ അച്ചു തന്നെ പറഞ്ഞു തിരിച്ചു പോകാമെന്ന്. അങ്ങനെ അവർ തിരിച്ചുപോയി. ഇനി എങ്ങോട്ടാണോ പോവണ്ടേ? ആദ്യ കാറിൽ കയറി ഡയാനയോട് ചോദിച്ചപ്പോൾ അവൾ ബീച്ചിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ ബീച്ചിലേക്ക് നേരെ വിട്ടു. അതിനിടയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ബീച്ചിലേക്ക് എത്തിയപ്പോൾ നേരം 4 മണിയായിരുന്നു. കാറ് പാർക്ക് ചെയ്ത് നേരെ അച്ചുകുട്ടനെ എടുത്തുകൊണ്ട് ഡയാന നേരെ ബീച്ചിലേക്ക് നടന്നു. തീരത്തെ പുൽകാൻ വെമ്പുന്ന തിരയുടെ അലയടികൾ കാണി അവൾ ഒരു നിമിഷം തനിക്ക് പിന്നിലായി വരുന്ന ആദിയെ നോക്കി. വാ, ബീച്ചിലിറങ്ങാം. അച്ചുകുട്ടൻ അപ്പോഴേക്കും ഡയാനയെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. ആ, ഇറങ്ങാം. ഡയാന ആദിയെ നോക്കി. അപ്പോഴേക്കും ആദി വന്ന് അച്ചുവിനെ എടുത്തു. ഞാൻ കൊണ്ടുപോവാലോ അച്ചുവിനെ, അവൻ പറഞ്ഞപ്പോൾ ഡയാന കൗതുകത്തോടെ നോക്കി. ഡയാനയെ ശ്രദ്ധിക്കാതെ അവൻ നേരെ അച്ചുവിനെയും കൊണ്ട് തിരമാലയിലേക്ക് നടന്നു. പെട്ടെന്ന് വന്നേക്കണേടാ, ഓഫീസിൽ ഒരുപാട് പെൻഡിങ് വർക്കുകൾ ഉണ്ട്. രുദ്രനെയും കന്മഷയെയും തിരിച്ച് നാട്ടിലേക്ക് യാത്രയാക്കാൻ വന്നതാണ് ആദിയും ഡയാനയും. അവൾക്കും കൂടെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ലീവ് കിട്ടിയില്ല. രുദ്രൻ കുറച്ചു വലിയ പോസ്റ്റിലാണ് ഓഫീസിൽ, അതുകൊണ്ട് തന്നെ എപ്പോൾ ലീവ് ചോദിച്ചാലും MD കൊടുക്കും. എന്നാൽ തനിക്ക് അങ്ങനെയല്ല എന്ന് ഓർത്തു ഡയാന. രുദ്രനും കന്മഷയും അച്ഛനും രണ്ടാളോടും യാത്ര പറഞ്ഞ് ട്രെയിൻ കയറി. ബസ്സിനേക്കാളും നല്ലത് യാത്രയ്ക്ക് ട്രെയിനാണ്, ക്ഷീണം കുറവാണ്. അച്ഛൻ അതാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ട്രെയിനിലാണ് യാത്ര. രാവിലെ കഴിച്ചിട്ടാണ് ഫ്ലാറ്റിൽ നിന്നിറങ്ങിയത്. എങ്കിലും കുടിക്കാൻ തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. മാത്രമല്ല ചെറുതായി കഴിക്കാൻ സ്നാക്സും ആദ്യ രുദ്രൻ്റെ കയ്യിൽ മേടിച്ചു കൊടുത്തിരുന്നു. ട്രെയിൻ പതിയെ ഇഴഞ്ഞുകൊണ്ടിരുന്നു. ആളുകൾ കുറവാണ് ബോഗിയിൽ. റിസർവേഷൻ ഉള്ളതിന് കൊണ്ടാവാം ഇത്രയും ദൂരം പോകുന്നത് കൊണ്ടാണ് റിസർവേഷൻ എടുത്തത്. അച്ഛൻ കൂടെ ഉള്ളതല്ലേ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന നിർബന്ധമുണ്ട് രുദ്രന്. അല്ലെങ്കിൽ ജനറലായിരിക്കും ഇരിക്കുക. തീവണ്ടിയുടെ ചൂളം വിളി പതിയെ ദൂരെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നൈമിഷികമായി വന്നു പോകുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു കന്മഷി. അവൾ ആദ്യമായാണ് ട്രെയിനിൽ കയറുന്നത്. മുൻപൊരിക്കൽ അമ്മ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും സാധിച്ചില്ല. അതിൻ്റെ അമ്പരപ്പ് അവളിൽ കൗതുകത്തോടെ രുദ്രൻ നോക്കി നിന്നു. ഇഷ്ടായോ കന്മഷി? രുദ്രൻ സ്നേഹത്തോട് ചോദിച്ചു. എന്ത് രസാ രുദ്രേട്ട കാണാന്. ഇനി നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ട്രെയിനിൽ വന്നാൽ മതി കേട്ടോ, അവൻ ചോദിക്കാൻ കാത്തു നിന്ന പോലെ ആവേശത്തോടെ പറയുവാണ്. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടവൻ പുഞ്ചിരിച്ചു. സ്ലീപ്പറിൽ ടിക്കറ്റ് എടുത്തതുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ മയങ്ങിപ്പോയിരുന്നു. പ്രായത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അച്ഛന്, അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കാൽ തൂക്കിയിട്ടിരുന്ന നീര് വയ്ക്കും. അച്ഛനോട് കിടക്കാൻ രുദ്രൻ തന്നെയാണ് പറഞ്ഞത്. കന്മഷിയെ നോക്കുമ്പോൾ അപ്പോഴും അവള് മറ്റേതോ ലോകത്തെത്തിയ പോലെ ജനൽ കമ്പിയിൽ പിടിച്ച് കൊച്ചുകുട്ടികളെ പോലെ പുറത്തേക്ക് നോക്കിയിരിക്കുവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾക്ക് മതിയായി എന്ന് തോന്നുന്നു. രുദ്രൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എന്തു പറ്റിയടോ, ക്ഷീണിച്ചോ? അവൻ തല ഉയർത്തി അവളെ നോക്കാതെ തന്നെ പതിയെ മൂളി. അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ഒന്നുകൂടെ തന്നിലേക്ക് ചുരുങ്ങിക്കിടന്നു. നാട്ടിലെത്തിയപ്പോൾ നേരെ ഇരുട്ടിയിരുന്നു. ട്രെയിനിൽ നിന്നിറങ്ങി മൂന്നാളും ചുറ്റും പരതി. മാഴശ്ശേരിയിലെ ജോലിക്കാരായ പൗലോസേട്ടൻ രുദ്രനെ വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആളെ നോക്കുവാണ്. ഒരുപാട് നേരമായോ വന്നിട്ട് രുദ്രൻ കുഞ്ഞെ? പിന്നിൽ നിന്ന് ശബ്ദം കേൾക്കെ അവൻ തിരിഞ്ഞു നോക്കി. പൗലോസേട്ടനാണ്. ഏയ് ഇല്ല, അവനൊന്ന് പുഞ്ചിരിച്ചു. ലഗേജ് എടുത്ത് വണ്ടിയിൽ കയറ്റി മൂന്നാളും വണ്ടിയിൽ കയറി. നാളത്തെ കരയോഗത്തിൻ്റെ കാര്യങ്ങൾ എന്തായി പൗലോസേ? അച്ഛൻ വണ്ടിയിൽ കയറിയപ്പോൾ തുടങ്ങി നാട്ടിലെ വിശേഷം ചോദിക്കാൻ തുടങ്ങിയതാണ്. പിന്നിലെ സീറ്റിലിരുന്ന് കന്മഷി കുറച്ചു നേരമൊക്കെ എല്ലാം കേട്ടിരുന്നു. പിന്നെ പതിയെ രുദ്രൻ്റെ തോളത്തേക്ക് തലവെച്ച് കിടന്നു. അവളെ കണ്ടാൽ അറിയാം, നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. വാടി തളർന്ന തണ്ടുപോലെ ആയിട്ടുണ്ട്. വണ്ടി വീട്ടിലേക്ക് എത്തിയപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു. സുഭദ്രാമ്മ ഉമ്മറത്ത് തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചെന്ന ഉടനെ ഭക്ഷണം വിളമ്പി. ട്രെയിനിൽ നിന്നൊന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. രാത്രി ഇനി കന്മഷി വീട്ടിലേക്ക് പോകണ്ട എന്ന് രാവു അച്ഛൻ പറഞ്ഞതുകൊണ്ട് അവൾ മുൻപ് നിന്നിരുന്ന ആ മുറി തന്നെ കൊടുത്തു അവൾക്ക്. ചെന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. ക്ഷീണം കൊണ്ട് അവൾ നന്നായി ഉറങ്ങിപ്പോയിരുന്നു.